നേതാക്കളെല്ലാം ബിഷപ്പ് ഹൗസിലേക്ക് ഓടിയതെന്തിന്? പാല ക്രൈസ്തവ സഭയിലെ വിശുദ്ധർ, വാഴ്ത്തപ്പെട്ടവർ, ധന്യർ തുടങ്ങി അനേകം പുണ്യാത്മാക്കൾ ജനിച്ചു വളർന്ന പ്രദേശം. ക്രൈസ്തവർ അവിടെ തിങ്ങിപ്പാർക്കുന്നു. കാരണവന്മാർ കർഷകരെങ്കിലും സാമാന്യം വിദ്യാഭ്യാസമുള്ള തലമുറ. പള്ളികളും കുരിശുപള്ളികളും തീർത്ഥാടന കേന്ദ്രങ്ങളും കൊണ്ട് നിറഞ്ഞ നാട്. ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടും ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങൾ കൊണ്ടും തലയെടുപ്പുള്ള പ്രദേശം. ക്രൈസ്തവർ മറ്റു മതസ്ഥരുമൊത്ത് കൈകോർത്ത് നടന്ന നാട്. എന്നാൽ കുറച്ചു വർഷങ്ങളായി കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ ചില പ്രമുഖ ചാനലുകളും ചില തീവ്രവാദ ഗ്രൂപ്പുകളും തകർക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. അതിന്റെ കുഞ്ഞോളങ്ങൾ കേരളക്കരയിലെ എല്ലാ ജില്ലകളിലേക്കും ചെറുതായെങ്കിലും വ്യാപിച്ചു. ഇടയനെ അടിച്ചാൽ ആടുകൾ ചിതറുമെന്ന് ഇക്കൂട്ടർ വിചാരിച്ചു. അതിന് സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെയുള്ള വിമത പുരോഹിതരെയും സന്യാസം ഉപേക്ഷിച്ച ചില കന്യാസ്ത്രീകളെയും തീവ്രവാദികളുമായി ബന്ധമുള്ള ആൽമായരെയും അവർ കരുക്കളാക്കി. ഓരോ ദിവസവും ചാനൽ ചർച്ചയിൽ ഇതാ സഭ വീണു, താഴെ പോയി എന്നൊക്കെ പറഞ്ഞ അവതാരകർ നിലവിളിച്ചു. ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ സംഖ്യാബലത്തിൽ കുറവ് അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന സഭയോടുള്ള കൂറുവിട്ട് മറ്റ് മതസ്ഥരിലേക്ക് ചേക്കേറി. സഭയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ ഇടതു വലതു രാഷ്ട്രീയ പാർട്ടിക്കാർ ഇല്ലാതായി. ക്രിസ്ത്യൻ നേതാക്കൾ പോലും സ്വന്തം കസേര ഉറപ്പിക്കുന്ന തത്രപ്പാടിൽ സഭയെ ഉച്ഛിഷ്ടം പോലെ തള്ളിക്കളഞ്ഞു. അപ്പോഴും സഭ മൗനം പൂണ്ടു. മെത്രാന്മാരെ വഴിയെ വന്നവനും പോയവനും സാഹിത്യകാരന്മാരും മന്ത്രിമാരുമടക്കം പലരും അധിക്ഷേപിച്ചു. ക്രൈസ്തവ സമൂഹത്തെ വിലകെട്ടവരായി ചിത്രീകരിക്കാൻ ചിലരുടെ ഭാഗത്തു നിന്ന് വീണ്ടും വീണ്ടും ശ്രമങ്ങളുണ്ടായി. എന്നാൽ യഥാർത്ഥ വിശ്വാസികൾ കുലുങ്ങിയില്ല. പിതാക്കന്മാരോടൊപ്പം അവർ സഭയിൽ ഉറച്ചു നിന്നു. കാലം പലതും തെളിയിക്കുമെന്നവർക്ക് അറിയാമായിരുന്നു. ഒരു വികാര തള്ളലല്ല തങ്ങളുടെ വിശ്വാസമെന്ന് ഓരോ ദിവസവും അവർ തങ്ങളുടെ ജീവിതത്തിലൂടെ പ്രകടിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാലാരൂപതയിലെ കല്ലറങ്ങാട്ട് പിതാവ് തന്റെ സഭാമക്കളോട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്ന് പറഞ്ഞത്. അതും പള്ളിക്കുള്ളിൽ വെച്ച്. എന്തൊരു പൊല്ലാപ്പായിരുന്നു പിന്നെ കേരളത്തിൽ. എതിർത്തും അനുകൂലിച്ചും രാഷ്ട്രീയ പാർട്ടിക്കാർ, പ്രകടനവുമായി മറ്റ് ചില മതസ്ഥർ. എന്നിട്ടും കുലുങ്ങിയില്ല ക്രൈസ്തവ നേതൃത്വം, കുലുങ്ങിയില്ല ക്രൈസ്തവ ജനത. വിളിച്ചു പറഞ്ഞ പ്രവാചക വാക്കുകളിൽ തന്നെ ഉറച്ചുനിന്നു കല്ലറങ്ങാട്ട് പിതാവ്. തന്റെ വാക്ക് താൻ തിരുത്തുന്ന പ്രശ്നമേയില്ല എന്ന ധൈര്യമുള്ള കല്ലറങ്ങാട്ട് പിതാവ് പ്രസ്താവിച്ചു. ആ വാക്കുകൾ ഇരട്ടച്ചങ്കിനപ്പുറമായിരുന്നു. 2-3 ദിവസങ്ങളായി ചർച്ച കൊടുമ്പിരി കൊണ്ടു. സത്യമാണ് താൻ പറഞ്ഞതെന്ന ബോധ്യമുള്ളതിനാൽ വാക്കുമാറ്റാൻ പിതാവ് തയ്യാറായില്ല. കേരളത്തിലെ പല രൂപതകളും സംഘടനകളും ധ്യാന ഗുരുക്കന്മാരും പിതാവിന് പിന്തുണയുമായി രംഗത്തെത്തി. PC ജോർജിനെ പോലെയുള്ള നേതാക്കളാണ് ആദ്യം പിന്തുണയുമായി രംഗത്ത് വന്നത്. പാലായിലേക്ക് ക്രൈസ്തവ സംഘടനകളുടെയും ക്രൈസ്തവ നേതാക്കളുടെയും ഒഴുക്കാരംഭിച്ചു. ഇതിനിടയിൽ പിതാവിനെതിരെ കേസ് കൊടുക്കണം, പിതാവ് മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞ പലരും രംഗത്ത് വന്നു. ചാനലുകാർക്ക് രാത്രി ഉറക്കമില്ലാതായി. തല്ലിക്കൂട്ടി ഉണ്ടാക്കേണ്ടേ അടുത്ത ദിവസത്തെ പ്രൈം പ്രോഗ്രാം. ഇവിടെയും കുലുങ്ങിയില്ല സഭ. അവസാനം വരിഞ്ഞു മുറുക്കാൻ ഉപയോഗിച്ച കയറുകൾ ബോധപൂർവം അയച്ചുവിടുവാൻ തുടങ്ങി. കയർ മുറുക്കിയവർ തന്നെ. ഒരു കൂട്ടം രാഷ്ട്രീയ നേതാക്കൾ പാലാ ബിഷപ്പ് ഹൗസിലേക്ക് ഓടി. മറ്റു ചിലർ ആ സമയം ചങ്ങനാശ്ശേരിക്ക് വണ്ടി കയറി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവസാനം ഇങ്ങനെ പറഞ്ഞു, ഇതിന് കേസൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം കണ്ട് ചാനലുകാർ കുഴഞ്ഞു. മെല്ലെ മെല്ലെ അവർ തങ്ങളുടെ സഭാ വിദ്വേഷ മനോഭാവത്തിൽ വെള്ളം ചേർത്ത വാക്കുകൾ മയപ്പെടുത്തി. ഒരു കൊടുങ്കാറ്റ് സാവകാശം കെട്ടടങ്ങിയ അവസ്ഥ. ഇനിയും കാര്യങ്ങൾ വേണ്ടവിധം തിരിച്ചറിയാതെ ബഹളം തുടരുന്നവരോട്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തകരുന്നതല്ല സഭ. എത്രയോ കരുത്തന്മാർ ഓരോ നൂറ്റാണ്ടിലും ഈ സഭയെ ആക്രമിക്കാൻ നോക്കി. എന്നിട്ടും തകർന്നില്ല, തകരുകയുമില്ല. ലോകത്തിൽ മറ്റാർക്കുമില്ലാത്ത കെട്ടുറപ്പ് സഭയ്ക്കുണ്ട്. അതിനെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഇടത് വലതുപക്ഷ പാർട്ടികൾക്ക്
ആരെയൊക്കെയോ സുഖിപ്പിച്ച് സഭയെ കൂടാതെ മുൻപോട്ട് പോകാമെന്ന് വ്യാമോഹമുണ്ടെങ്കിൽ അത് കാലം തെളിയിക്കും. ഈ നാളുകളിൽ യേശുവിന്റെ വാക്കുകളെ പലരും തേടിപ്പിടിച്ചു. യേശുവിനെ അടിച്ച സേവകനോട് യേശു ചോദിച്ചു, ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് തെളിയിക്കുക. ശരിയാണ് പറഞ്ഞതെങ്കിൽ എന്തിന് നീ എന്നെ അടിക്കുന്നു? ഈ ചോദ്യവുമായി പലരും രംഗത്ത് വന്നു. അപ്പോഴും അവർ അക്രമം കാണിച്ചില്ല, കഴുത്ത് വെട്ടിയില്ല എന്നതൊക്കെ നാം പ്രത്യേകം ഓർക്കണം. നന്ദിയുണ്ട് ചാനലുകാരെ. സഭ ചെറിയ ഒരു മയക്കത്തിലായിരുന്നു. ഇപ്പോൾ ഉണരാൻ തുടങ്ങി. നിങ്ങൾ ഒരു നുണ പറയുമ്പോൾ 10 ശരിയുടെ തെളിവുകളുമായി സഭയിലെ ചുണക്കുട്ടികൾ രംഗത്തെത്തി. 2-3 പീഡന കഥകൾ നിരത്തി നിങ്ങൾ മെഗാ ചർച്ചയാക്കിയപ്പോൾ മറ്റു പലരുടെയും അനേകം പീഡന കഥകൾ ചുണക്കുട്ടന്മാർ വെളിച്ചത്ത് കൊണ്ടുവന്നു. വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് വെറുതെ തോളത്തിട്ടതുപോലെയായി നിങ്ങൾക്കും നിങ്ങളെ അതിന് പ്രേരിപ്പിച്ചവർക്കും. ബൈബിൾ മാത്രമല്ല, മറ്റു പല മതഗ്രന്ഥങ്ങളും അവർ വായിക്കുകയും അവ പഠിച്ച് ശരിയായി ഉത്തരം തരാനും തുടങ്ങി. സെബാസ്റ്റ്യൻ പുന്നിക്കലിനെ പോലുള്ളവരോട് സംവദിക്കാൻ പോലും പണ്ഡിതന്മാരില്ലാതായിപ്പോയി. കാണാൻ ഇനി ഇരിക്കുന്നതേ ഉള്ളൂ കേരളത്തിലെ ക്രൈസ്തവ ജനതയുടെ പൊളിറ്റിക്കൽ മനോഭാവം. അത് കാത്തിരുന്ന് തന്നെ കാണണം. അന്നറിയും സഭയുടെ ഭൗതിക രാഷ്ട്രീയ മണ്ഡലത്തിലെ ബലം. ഏതായാലും ഒരു കാര്യം മാധ്യമങ്ങൾക്കും സഭയെ ആക്രമിക്കുന്നവർക്കും സഭയിലെ വിമതർക്കും മനസ്സിലായി കാണും എന്നു കരുതട്ടെ. പണ്ടത്തെ പോലെ അല്ല ഇന്നത്തെ കേരള ക്രൈസ്തവർ. അങ്ങനെ ഒരു മാറ്റത്തിന് സഹായിച്ച എല്ലാവർക്കും നന്ദി.